ഞാനിന്ന് നിലക്കടല ചട്നിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എണ്ണയൊഴിച്ച് 4 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 6 വറ്റൽമുളക് ഇത്രയും വഴറ്റിയെടുക്കാം. വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചേർക്കാതെ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല ചേർത്ത് കൊടുക്കാം. ഇത് അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അതായിട്ടുണ്ട്. ഇനി തീ അണച്ച് തണുത്തതിന് ശേഷം ഉപ്പും പുളിയും ചേർത്ത് അരച്ചെടുക്കാം. നിലക്കടല തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളിയും ചേർത്ത് അരച്ചെടുക്കാം. നിലക്കടല ചട്നി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കടുക് താളിച്ചൊഴിക്കാം. നിലക്കടല വറുത്ത ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക്, രണ്ട് വറ്റൽമുളക് മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില, ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ചട്നി ഇഡ്ഡലിക്കൊപ്പവും ദോശയ്ക്കൊപ്പവും കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. ഇത് ടിന്നിലടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ 2-4 ദിവസം ഉപയോഗിക്കാവുന്നതാണ്.